ഹായ് ഫ്രണ്ട്സ്, ആർട്ടിയസ് ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ തൊണ്ടയിലെ കിച്ചിനൊക്കെ ഒരു ആശ്വാസം കാണാൻ നമ്മുടെ വീട്ടിലെ 2 ചേരുവകൾ കൊണ്ട് നമുക്കൊരു ഐറ്റം ഉണ്ടാക്കാം. അപ്പം പോകാം വീഡിയോയിലേക്ക്. ഞാൻ ഒരു ബൗളിൽ ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതേ അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കുറച്ച് വെള്ളവും ഒഴിച്ച് ഒരു അരയാൻ പാകത്തിന് വെള്ളവും ഒഴിച്ച് നന്നായി നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അരച്ചെടുത്ത് കൊണ്ടുവന്ന ആ അരപ്പിൽ ആ ഒരു മിശ്രിതത്തിൽ ചെറിയ തരികളൊക്കെ ഉണ്ട്, വേണമെങ്കിൽ അത് മാറ്റാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അത് നമ്മളൊരു പാനിലേക്ക് ഒഴിച്ച് അടുപ്പത്തേക്ക് മാറ്റി ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നമുക്ക് ആദ്യം വെക്കാം. അതിങ്ങനെ തിളച്ച് വരുമ്പോൾ ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്ത്, അത് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിങ്ങനെ മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് നന്നായിട്ട് പറ്റിച്ചെടുക്കാം. പണ്ട് നമ്മൾ അമ്മമാരൊക്കെ അലുവ ഉണ്ടാക്കി തരത്തില്ലേ എന്ന പോലെ നന്നായിട്ട് കുറുകി കുറച്ച് സമയം എടുക്കുമ്പോൾ ഇതിങ്ങനെ കുറുകി വരും. ഇത് പാകമായോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനെ തണുപ്പിച്ച് നോക്കുന്നു, അത്രയേ ഉള്ളൂ. അത് കുറച്ച് അതിനകത്തിട്ട് ഇട്ടിട്ട് നമ്മൾ കയ്യിലിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ അത് വെള്ളത്തിൽ കലങ്ങിപ്പോകാതെ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റണം. അതാണ് അതിൻ്റെ പാകം. എന്നിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണയാണ് ഞാൻ തടവിയത്, നിങ്ങൾക്ക് ബട്ടറും ആകാം. നമ്മൾ ചൂടോടെ തന്നെ അത് മാറ്റണം. ഞാൻ കുറച്ച് തണുത്ത് പോയി മാറ്റിയപ്പം കുറച്ച് പരത്താൻ കഷ്ടപ്പെട്ടു. എന്നാലും അത് പരത്തി എടുത്തിട്ട് അത് അന്നേരം തന്നെ ഒരു പരുവം കട്ടിയാകുമ്പോൾ തന്നെ നമ്മളത് ഫുള്ള് ഹാർഡാവുന്നതിന് മുന്നേ കട്ട് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മളത് പൊടിച്ചെടുക്കേണ്ടി വരും. എൻ്റെ കുറച്ചൊക്കെ ഒടിഞ്ഞു പോയി. അങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാനത് തണുക്കാൻ മാറ്റി വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് തണുത്തെടുത്തു. പൊടിഞ്ഞുമൊക്കെ പോയെങ്കിലും കുറച്ചൊക്കെ നല്ല പീസായിട്ട് കിട്ടി. പക്ഷേ സംഭവം പണ്ടത്തെ നമ്മുടെ ഇഞ്ചി മിഠായി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. തൊണ്ടയ്ക്കും നല്ല ആശ്വാസം കിട്ടും. ഞാൻ അമ്മയെ കൂടി ഒന്ന് പരീക്ഷിച്ചിട്ടുണ്ട്, അമ്മയ്ക്കും നന്നായി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ ഇഞ്ചി മിഠായി എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.